ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന് പരീക്ഷയ്ക്ക് വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 9ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് 3 വീഡിയോസ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 6 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ദ ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ ഫങ്ഷൻ ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താണ്? സൂപ്പർവൈസ് ഇലക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്. ആദ്യത്തെ പോയിന്റ് എന്താണ്? സൂപ്പർവൈസ് ഇലക്ഷൻ. പിന്നെ രണ്ടാമത്തേത് പ്രിപ്പയർ വോട്ടേഴ്സ് ലിസ്റ്റ്. മൂന്നാമത്തെ പോയിന്റ് ഡിക്ലെയർ ദ ഡേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ്റെ ഡേറ്റ് തീരുമാനിക്കുക. ആദ്യം ഇലക്ഷൻ സൂപ്പർവൈസ് ചെയ്യുക, രണ്ടാമത് വോട്ടേഴ്സിൻ്റെ ലിസ്റ്റൊക്കെ തയ്യാറാക്കുക, മൂന്നാമത്തേത് ഡിക്ലെയർ ദ ഡേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, നാലാമത്തേത് അലോട്ട് ഇലക്ഷൻ സിമ്പിൾസ്. ഇലക്ഷൻ്റെ ഓരോ സിമ്പിൾസ് അലോട്ട് ചെയ്യുക. ഇത്രയാണ് ആദ്യത്തെ 5 പോയിന്റ്. ഓക്കെ, പ്രിപ്പയർ വോട്ടർ, ഡിക്ലെയർ ദ ഡേറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇലക്ഷൻ, അലോട്ട് ഇലക്ഷൻ സിമ്പിൾസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫംഗ്ഷനാണ് ഫ്രെയിം കോഡ് ഓഫ് കണ്ടക്റ്റ്. എന്താണ് ഫ്രെയിം കോഡ് ഓഫ് കണ്ടക്റ്റ്? ഓക്കെ, ഫ്രെയിം കോഡ് ഓഫ് കണ്ടക്റ്റ്. ഇത്രയും പോയിൻറ്റ്സ് പഠിച്ചു. ഇനി അടുത്ത പോയിൻ്റ് എന്താണ്? ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഇലക്ഷൻ ഒഫീഷ്യൽസ്. കൗണ്ടിങ് ഓഫ് വോട്ട്സ്. അടുത്തത് എന്താണ്? വോട്ട് കൗണ്ട് ചെയ്യുക. കൗണ്ടിങ് ഓഫ് വോട്ട്സ്. വോട്ട് കൗണ്ട് ചെയ്താൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ഡിക്ലെയർ ചെയ്യുക. പിന്നീടുള്ള പ്രോസസ്സ് എന്താണ്? ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്, എക്സാമിൻ ഇലക്ഷൻ എക്സ്പെൻസസ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഓരോ കാൻഡിഡേറ്റ്സിനും എത്രയാണ് ഇലക്ഷൻ എക്സ്പെൻസ് വന്നിട്ടുള്ളത് എന്ന് കണക്കാക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. എക്സ്പ്ലെയിൻ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. എന്താണ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദ റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺസ് ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലാംഗ്വേജ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ദ റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺ, എല്ലാ മുതിർന്ന പൗരന്മാർക്കും ടു വോട്ട് ചെയ്യാനുള്ള അവകാശം. ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലാംഗ്വേജ്, അതായത് ജാതി, മതം, ഭാഷ, ആണോ പെണ്ണോ അല്ലെങ്കിൽ ജനിച്ച സ്ഥലം, ഇതൊന്നും അതിൻ്റെ ക്രൈറ്റീരിയ അല്ല. എല്ലാവർക്കും, ഇന്ത്യയിലുള്ള പൗരന്മാർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം. ദ റൈറ്റ് ഓഫ് ഓൾ അഡൽട്ട് സിറ്റിസൺ ടു വോട്ട് ഇറസ്പെക്റ്റീവ് ഓഫ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇൻ ഇന്ത്യ എവരി വൺ ഹു ഹാസ് അറ്റൈൻഡ് 18 years ഓഫ് ഏജ് ഹാസ് ദ റൈറ്റ് ടു വോട്ട്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിച്ചത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് സെഫോളജി? എന്താണ് സെഫോളജി? സെഫോളജി ഈസ് ദ സയൻസ് ഓഫ് പ്രെഡിക്റ്റിംഗ് ഓഫ് എ റിസൾട്ട് ബിഫോർ ദ ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട്സ്, ആഫ്റ്റർ അനലൈസിങ് ദ പോസിബിലിറ്റീസ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കൊലീഷൻ ഫ്രണ്ട്സ്. അപ്പോൾ ഈ ഒരു ഇലക്ഷനെ പറ്റിയിട്ടുള്ള അതിൻ്റെ റിസൾട്ടിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു സയൻസാണ് സെഫോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കാം. ഇനി ഓരോ പോസ്റ്റിലേക്കും മത്സരിക്കാനുള്ള പ്രായപരിധി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. 1 വേർഡിനൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ പ്രസിഡൻറ്റ് പദവിയിലേക്ക് മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്, 35 years. ഇനി വൈസ് പ്രസിഡൻ്റ് ആണെങ്കിലും 35 years. അപ്പോൾ പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും 35 വയസ്സ്. ഇനി മെമ്പർ ഓഫ് രാജ്യസഭയുടെ മെമ്പർ
രാജ്യസഭയിലെ അംഗമാകാൻ നമുക്ക് മത്സരിക്കേണ്ട പ്രായപരിധി എന്താണ്? 30 വയസ്സാണ്, 30 ഇയേഴ്സ്. അതേപോലെ ലോകസഭ, മെമ്പർ ഓഫ് ലോകസഭ 30 ഇയേഴ്സ്, മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് 25 ഇയേഴ്സ്, മെമ്പർ ഓഫ് പഞ്ചായത്ത് 25 ഇയേഴ്സ്. അപ്പോൾ മെമ്പർ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി 25 വയസ്സ്, പഞ്ചായത്ത് മെമ്പർ ആവാൻ 25 വയസ്സ്, പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ആവാൻ 35 വയസ്സ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് എ ഷോർട്ട് നോട്ട് about ഇൻസെക്യൂരിറ്റി ഓഫ് ഓൾഡ് ഏജ് പീപ്പിൾ. വൃദ്ധജനങ്ങളുടെ ഇൻസെക്യൂരിറ്റിയെക്കുറിച്ച് ഒരു ചെറിയ നോട്ട് എഴുതാനാണ്. 4 മാർക്കിൻ്റെ ചോദ്യമായി വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം. Increase of the nuclear families and families moving to cities in search of better living condition hardly provide the care and consideration that is the old age people have enjoyed. അപ്പോൾ എന്താണ് ഈ ഒറ്റപ്പെട്ട ജീവിതത്തിന് കാരണം? ദ ഇൻക്രീസ് ഓഫ് ദ ന്യൂക്ലിയർ ഫാമിലീസ്, അണുകുടുംബങ്ങളുടെ വർധനവ്. അതേപോലെ തന്നെ ഫാമിലീസ് മൂവിങ് ടു സിറ്റീസ്, ഫാമിലീസൊക്കെ സിറ്റീസിലേക്ക് പോവുകയാണ്, നഗരങ്ങളിലേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഇൻ സെർച്ച് ഓഫ് ബെറ്റർ ലിവിങ് കണ്ടീഷൻ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ തേടി എല്ലാവരും സിറ്റിയിലേക്ക് പോവുകയാണ്. ഹാർഡ്ലി പ്രൊവൈഡ് ദ കെയർ ആൻഡ് കൺസിഡറേഷൻ ദാറ്റ് ഈസ് ദ ഓൾഡ് ഏജ് പീപ്പിൾ ഹാവ് എൻജോയ്ഡ്. അപ്പോൾ ഈ വയസ്സായ ജനങ്ങൾ അനുഭവിച്ചിരുന്ന കെയറും കൺസിഡറേഷനും ഒക്കെ പോവുകയാണ്. ദിസ് ലെഡ് ടു ലോൺലിനെസ്, അത് ഏകാന്തതയിലേക്ക് നയിക്കുന്നു. ദേ ഫേസ് പ്രോബ്ലംസ് ലൈക്ക് ഡിസ്അഫെക്ഷൻ, അവർ പല പ്രോബ്ലംസും അവർ സഹിക്കാൻ, ഡിസ്അഫെക്ഷൻ, അതേപോലെ തന്നെ ലോൺലിനെസ്, ഏകാന്തത, അൺസർട്ടനിറ്റി, ഹെൽത്ത് പ്രോബ്ലംസ് ആൻഡ് സ്ട്രെസ്, ഇതൊക്കെ അവർക്ക് വരാവുന്ന പല രോഗങ്ങളാണ്. How could affect the excessive use of intoxicants affect a family? എങ്ങനെയാണ് ഡ്രഗ്, ലഹരിക്കടിമപ്പെട്ടവർ ഫാമിലി ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ഒരു ഫാമിലിയെ ബാധിക്കുക? ഹൗ കുഡ് എഫക്റ്റ് ദ എക്സസീവ് യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ് എഫക്റ്റ് ദ ഫാമിലി? ഒരു ഡ്രഗ് അഡിക്റ്റിൻ്റെ മാനസികാവസ്ഥ ഫാമിലിയിൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവും? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കോസ് ഓഫ് ഫാമിലി പ്രോബ്ലംസ് ആൻഡ് എക്കണോമിക് ക്രൈസിസ്, ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവാം, സാമ്പത്തികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവാം. ഇൻക്രീസ് ക്രൈംസ് ഇൻക്രീസ് ചെയ്യാണ്. കോസ് സൂയിസൈഡൽ ടെൻഡൻസീസ്, ആക്സിഡൻ്റൽ ഡെത്ത് എക്സെട്ര. അപ്പോൾ സൂയിസൈഡ് ചെയ്യാനുള്ള പ്രവണത, അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണത്തിനൊക്കെ അത് കാരണമാകും. കോസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ്, ശാരീരികമായും മാനസികമായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നു. അപ്പോൾ കോസ് ഫാമിലി പ്രോബ്ലംസ് ആൻഡ് എക്കണോമിക് ക്രൈസിസ്, ഇൻക്രീസ് ക്രൈംസ്, കോസ് സൂയിസൈഡൽ ടെൻഡൻസീസ്, ആക്സിഡൻ്റൽ ഡെത്ത് എക്സെട്ര, കോസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ പ്രോബ്ലംസ്. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റൈറ്റ് എനി 4 ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ റൂൾ ഓഫ് ദ പെരുമാൾസ്. പെരുമാൾ കാലഘട്ടത്തിലെ അവരുടെ ഭരണരീതിയുടെ ഏതെങ്കിലും 4 ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പോയിൻ്റായിട്ട് എഴുതാം. പെരുമാൾസ് ഹാഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കോൾഡ് കോയിൽ അധികാരികൾ. പെരുമാൾസിന് അവരെ പ്രതിനിധീകരിച്ച് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് കോയിൽ അധികാരികൾ. എന്താണ്? അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് കോയിൽ അധികാരികൾ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. In the matters of administration, the Perumals were assisted by Nalutali, the Council of Brahmins. അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിലൊക്കെ പെരുമാൾ സഹായിക്കാൻ വേണ്ടി 4 തളി എന്നൊരു കൗൺസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ബ്രാഹ്മിൺസ് ഉൾപ്പെട്ട ഒരു കൗൺസിലായിരുന്നു. അതിൻ്റെ പേരാണ് 4 തളി. അതെന്തിനായിരുന്നു? ടു ഹെൽപ്പ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇൻ ദ മാറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ പെരുമാൾസ് വെർ അസിസ്റ്റഡ് ബൈ 4 തളി, ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൺസ്. ഇനി അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. പെരുമാൾസ് ഹാഡ് എ മിലീഷ്യ കോൾഡ് 1000. പെരുമാൾമാർക്ക് ഒരു സൈനിക വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് 1000. പെരുമാൾസ് ഹാഡ് എ മിലീഷ്യ കോൾഡ് 1000. ഇനി നാലാമത്തെ പോയിൻ്റായിട്ട് എഴുതാം. പെരുമാൾസ് ലെവീഡ് ടാക്സസ് ഫ്രം നാഡൂസ്, നഗരാസ്, ബ്രാഹ്മിൻ ഗ്രാമാസ്, ടെമ്പിൾസ് എക്സെട്ര. പെരുമാൾക്കാർ ടാക്സസ് ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഫ്രം ദ നാഡൂസ്, നാഡു, അതേപോലെ നഗരാസ്,
ബ്രാഹ്മിൻ ഗ്രാമാസ്, ടെമ്പിൾസ് എക്സെട്ര. ഇപ്പോൾ 4 പോയിൻ്റാണ് നമ്മൾ പഠിച്ചത് പെരുമാളിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദ റൂൾ ഓഫ് പെരുമാൾസ്. ഫസ്റ്റ് പോയിന്റ്, പെരുമാൾസ് ഹാഡ് റെപ്രസെൻറ്റേറ്റീവ്സ് കോൾഡ് കോയിൽ അധികാരികൾ. രണ്ടാമത്തെ പോയിന്റ്, ഇൻ ദ മാറ്റർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ദ പെരുമാൾസ് വെർ അസിസ്റ്റഡ് ബൈ 4 തളി ദ കൗൺസിൽ ഓഫ് ബ്രാഹ്മിൻസ്. മൂന്നാമത്തെ പോയിന്റ്, പെരുമാൾസ് ഹാഡ് എ മിലീഷ്യ കോൾഡ് 1000. പെരുമാൾസ് ലെവിഡ് ടാക്സസ് ഫ്രം ദ നാഡൂസ്, നഗരാസ്, ബ്രാഹ്മിൻ ഗാമാസ്, ടെമ്പിൾസ് എക്സെട്ര. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 8 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട 3 പ്രീവിയസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് 9 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാവുന്നതാണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.